ശ്രീമാത്രേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ലളിത സഹസ്രനാമത്തിലെ ധ്യാനത്തിലൂടെയുള്ള യാത്ര ഇന്ന് 4-ാമത്തെ ധ്യാന ശ്ലോകത്തിൽ, അവസാനത്തെ ധ്യാന ശ്ലോകത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇത് ശരിക്ക് ഈ ധ്യാനങ്ങളുടെ ആകെ ഒരു കൺക്ലൂഷൻ ആണെന്ന് പറയാം. ഒരുപക്ഷെ ലളിത സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകങ്ങളില് ഏറ്റവും കൂടുതൽ താന്ത്രിക രഹസ്യങ്ങൾ ഒതുക്കി വെച്ചിട്ടുള്ള ഒരു ധ്യാനമാണിത്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ധ്യാനിച്ചിരുന്ന, നമ്മൾ മുമ്പ് പഠിച്ച 3 ധ്യാനങ്ങളുണ്ട് അല്ലെ? ഈ 3 ധ്യാനങ്ങളുടെയും ആകെ തുകയാണ് ഈ ധ്യാനം എന്ന് പറയാം. അപ്പൊ ഈ ധ്യാനം നമുക്ക് ഒന്ന് നോക്കാം. 4-ാമത്തെ ധ്യാന ശ്ലോകം. അരുണാം കരുണാം തരംഗിതാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണചാപം അണിമാദിഭിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. എത്ര മനോഹരമായ ധ്യാന ശ്ലോകമാണിത്. ഇതിന്റെ ഈ ധ്യാന ശ്ലോകത്തിന്റെ അവസാനമാണ് ഇതുവരെ നമ്മൾ ചെയ്ത സിന്ദൂരാരുണ വിഗ്രഹം തുടങ്ങി നമ്മൾ ധ്യാനം ചെയ്ത ഓരോ ധ്യാനത്തിന്റെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ ധ്യാനത്തിന്റെയും ആകെ തുക എന്ന് പറയുന്നത് ഈ ധ്യാനത്തിലെ അവസാനത്തെ വരിയിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നു. അർത്ഥം നമുക്ക് നോക്കാം. അരുണാം കരുണാതരംഗിതാക്ഷി. അരുണാം സിന്ദൂരാരുണ വിഗ്രഹം. അരുണം ചുവപ്പ്. അപ്പൊ രക്തവർണ്ണമുള്ളവൾ, ചുവന്ന നിറമുള്ളവൾ. പിന്നെയോ കരുണാതരംഗിതാക്ഷി, കരുണ നിറഞ്ഞ കണ്ണുകളുള്ളവൾ. അപ്പൊ അമ്മ അങ്ങനെയാണ്. അമ്മയുടെ കണ്ണുകളിൽ മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടുമുള്ള നിലയ്ക്കാത്ത സ്നേഹമാണ്, നിലയ്ക്കാത്ത കരുണയാണ്. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, പലരും പറയാറുള്ളത്, എല്ലാ ദിവസവും ലളിതാ സഹസ്രനാമത്തിൽ ഒരു 10 നാമം വെച്ച് ജപിച്ചാൽ മതി. എന്തിനാണ് നമ്മൾ EMI അടയ്ക്കാൻ പോകുന്നത്? നിങ്ങളെ രാപ്പകലില്ലാതെ ഇങ്ങനെ കൈവെള്ളയിൽ കാത്തു സൂക്ഷിക്കുന്ന ആ മഹാസ്നേഹത്തിന് അവളുടെ ഒരു 1000 നാമങ്ങൾ ജപിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കുറച്ച് സമയം കണ്ടെത്തിക്കൂടാ? പലപ്പോഴും നമ്മൾ പറയുന്നത്, ഈ തിരക്കിനിടയിൽ നമുക്കൊരു 10 വെച്ച് ആ ഒരു EMI സിസ്റ്റം വേണ്ടാന്നേ. ഈ പല തിരക്കുകൾക്കിടയിലും നമ്മുടെ മുൻപിലും പിൻപിലും ഇടത്തും വലത്തും ഇങ്ങനെ കാവലായി നിൽക്കുന്ന അമ്മയ്ക്ക്, ആ അമ്മയെ സ്തുതിക്കാൻ, ആ അമ്മയെ കുറിച്ച് പറയാൻ എന്തിനാ ഈ 10 നാമാക്കണത്? നമുക്ക് അല്പസമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെക്കണം, അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം. കാരണം അവൾ കരുണയുള്ള കണ്ണുകളോട് കൂടി നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നവളാ. എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് എപ്പോഴും വ്യാകുലപ്പെടുന്നവളാ. അരുണാം കരുണാതരംഗിതാക്ഷി ധൃതപാശാങ്കുശ പുഷ്പബാണചാപം. ധൃത ധരിക്കുക. എന്താണത്? പാശം, അങ്കുശം,
പുഷ്പബാണങ്ങൾ, അല്ലെ? നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളിതൊക്കെ അമ്മയുടെ കയ്യിലുള്ള ആയുധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അല്ല, 5 ശരങ്ങളാണുള്ളത്, പഞ്ചബാണങ്ങളാണുള്ളത്. ഇത് പഞ്ചബാണൻ കാമദേവന്റെ ശരങ്ങളാണ് അമ്മയുടെ കയ്യിലുള്ളത്. നമുക്കറിയാം 5 ബാണങ്ങളും 5 പൂക്കളാണ്. അപ്പോ എന്തുകൊണ്ടാണ് പൂക്കൾ അമ്മ നോക്കൂ, അവിടെ ഒരു കാരുണ്യം നോക്കൂ. അമ്പ് കൊണ്ട് തൊടുക്കുമ്പോൾ പോലും നോവരുത് എന്ന് കരുതി പൂവിന്റെ അമ്പ് കയ്യിൽ വെച്ചിരിക്കുന്ന അമ്മ. കുറച്ചുകൂടി നമ്മളിത് കടത്തി പോകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പഞ്ചതന്മാത്രകളാണ്. പഞ്ചതന്മാത്ര സഹായക ഒരു നാമം നമുക്ക് സഹസ്രനാമത്തിൽ പഠിക്കാറുണ്ട്. അപ്പോൾ വിശദമായി നമുക്കിത് പഠിക്കാം. അപ്പോൾ ഈ 5 അമ്പുകൾ എന്ന് പറയുന്നത് പഞ്ചതന്മാത്രകളാണ്. രൂപം, ഗന്ധം പറഞ്ഞല്ലോ, സ്പർശം, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഈ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വിശദീകരിച്ചു. ഒരു പടി കൂടി കടന്നു പോയാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രതീകമാണ് കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. അതുകൊണ്ടാണ് നമ്മൾ രസിക്കുമ്പോ ഇവിടെയൊക്കെ രസിക്കുന്നത്. കണ്ണിലും മൂക്കിലും നാക്കിലും ത്വക്കിലും ചെവിയിലും ഒക്കെ. ഇത് തന്നെയാണ് നമ്മളെ ഈ പ്രപഞ്ചവുമായും അല്ലെങ്കിൽ നമ്മുടെ ദേവിയുമായും പ്രപഞ്ചവുമായും ഒക്കെ കെട്ടിയിരിക്കുന്ന പാശവും ഇത് തന്നെയാണ്. ഇനി വേണ്ടത് അതിന്റെ മുകളിലൊരു കൺട്രോളാണ്. ഇനി വേണ്ടത് അതിന്റെ മുകളിലൊരു നിയന്ത്രണമാണ്. ആ നിയന്ത്രണവും ജഗന്മാതാവായ അമ്മ ഏറ്റെടുത്തിരിക്കുന്നു. കാരണം അമ്മയുടെ കയ്യിൽ അങ്കുശമുണ്ട്. അപ്പോ ധൃതപാശാങ്കുശ പുഷ്പബാണചാപം. ഇനിന്താണ്? അണിമാധിപിരാവൃതൈ. അണിമ മുതലായ 8 സിദ്ധികള്. 8 സിദ്ധികളുണ്ട്. അണിമ, ഗരിമ, മഹിമ, അങ്ങനെ 8 സിദ്ധികള്. ഏറ്റവും ചെറുതാവാനുള്ള സിദ്ധി അണിമ, അണുവോളം ചെറുതാക്കാനുള്ള സിദ്ധി. മഹിമ, എത്രയും വലുതാവാനുള്ള സിദ്ധി. അതുകൊണ്ടാണ് നമുക്ക് അയാൾ ഭയങ്കര മഹിമയുള്ള ആളാണെന്ന് പറയുന്നത്. മഹിമ ശരീരം വലുതാകാൻ മാത്രം എന്തും വലുതാവും. അങ്ങനെയുള്ള 8 സിദ്ധികൾ കൊണ്ട് ചുറ്റപ്പെട്ടവളാണ്. അണിമാധിപിരാവൃതൈ മയൂഖൈ. അപ്പൊ ഇത്രയുള്ള അമ്മ അഷ്ടസിദ്ധികളാൽ, ആ ശക്തികളാൽ, ഇതൊക്കെ അമ്മയുടെ ശക്തികളാണ്. നമ്മൾ ഉപാസകനായി മാറുമ്പോൾ സ്വാഭാവികമായും ഈ ഉപാസകർക്ക് ഈ അഷ്ടസിദ്ധികൾ ലഭിക്കും. ഈ അഷ്ടസിദ്ധി ലഭിക്കാൻ വേണ്ടി മാത്രം ഉപാസകരാവരുത്. ഉപാസകർക്ക് ഉപാസകരുടെ ഘട്ടത്തില് ഈ സിദ്ധികൾ ഓരോന്നോരോന്നായി കൈവരും. പക്ഷെ ഇതൊന്നും സ്ഥൂലാവസ്ഥയിലല്ല എന്നൊരു വ്യത്യാസമുണ്ട്. അപ്പൊ അണുവിനേക്കാൾ ചെറുതാവുക എന്ന് പറഞ്ഞാൽ ഉടനെ ഒരു ഉപാസകൻ എന്നോട് പോന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അണുവിനെ പോലെ ചെറുതാകുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരമില്ല. ഇതൊക്കെ സൂക്ഷ്മാവസ്ഥയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. നമുക്ക് അണുവിനേക്കാൾ ചെറുതാവാനാവുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലും ഏറ്റവും ചെറുതാവാനും ആവശ്യമുള്ളിടത്ത് ഒരുപാട് ഉയരാനും എല്ലാവർക്കും പറ്റും. അപ്പൊ ഈ അഷ്ടസിദ്ധികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ദേവി. ഇതൊക്കെ ദേവിയുടെ ശക്തികളാണ്, സിദ്ധികളാണ്. അണിമാധിപിരാവൃതൈ മയൂഖൈ. അണിമാധിപിരാവൃതം മയൂഖൈ. അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിക്ക. അഹമിത്യേവ വിഭാവയേ ഭവാനി. ഇത്ര നേരം സിന്ദൂരാരുള വിഗ്രഹം വിനയനം മാണിക്യ
മുഖ്യമൗലിസ്ഫുര താരാനായക ശേഖരം സ്മിതമുഖീം ആപീനവക്ഷോരുഹം എന്ന് തുടങ്ങി നമ്മളിങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായി ധ്യാനിച്ച് അരുണാം കരുണാതരംഗിതാക്ഷി എന്നുള്ള അവസാന ധ്യാന ശ്ലോകത്തിൽ എത്തുമ്പോ ആ ധ്യാന ശ്ലോകത്തിന്റെ ഏറ്റവും എൻഡില് ഈ പറഞ്ഞ മുഴുവൻ ധ്യാനങ്ങളുടെയും സത്ത, ഈ മുഴുവൻ ധ്യാനങ്ങളുടെയും എസൻസ് അവിടെ വെച്ചിരിക്കുന്നു. അവിടെയാണ് അമ്മയുടെ കൃപ. അഹമിത്യേവ വിഭാവയേ ഭവാനി. എന്താ? അഹം ഇതി ഏവ വിഭാവയേ ഭവാനി. അഹം ഞാന്, ഇതി ഏവ ഇത് ഞാൻ തന്നെയാണ്. അമ്മ നീ ഞാൻ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അങ്ങനെ വിഭാവനം ചെയ്യുന്നു, അങ്ങനെ ധ്യാനിക്കുന്നു. അത് നമ്മൾ പറഞ്ഞത് നോക്കൂ, അമ്മയുടെ ഒരു കരുണ നോക്കൂ. ഇത് ഈ സാധകൻ തന്നെ അമ്മയായി മാറുന്ന, സാധകൻ തന്നെ മഹാപരയായി മാറുന്ന, സാധകൻ തന്നെ മഹാത്രിപുര സുന്ദരിയായി മാറുന്ന, സാധകൻ തന്നെ മാതങ്കിയായി മാറുന്ന, സാധകൻ തന്നെ മഹിഷാസുരമർദ്ദിനിയായി മാറുന്ന, സാധകൻ തന്നെ സ്നേഹക്കടലായി അമ്മയായി മാറുന്നു. അമ്മ ഞാൻ വിഭാവനം ചെയ്തിരിക്കുന്നത് അഹമിത്യേവ, അഹമിതിയേവ വിഭാവയേ. ഞാൻ ഇതൊക്കെ ഞാനാണ് എന്ന് ഞാൻ വിഭാവനം ചെയ്തുകൊണ്ട് ധ്യാനിക്കുന്നു. നിങ്ങൾ ഇപ്പൊ ഈ ധ്യാനിക്കുമ്പോ ഒരിക്കലും നിങ്ങൾ ധ്യാനിക്കുന്നത് പുറത്തെവിടെയോ നിൽക്കുന്നൊരു അമ്മയല്ല. നിങ്ങളുടെ അമ്മ ഒരിക്കലും പുറത്തല്ല, നിങ്ങൾ തന്നെ അതായി മാറുകയാണ്. നിങ്ങൾ തന്നെ ആ അമ്മയായി മാറുമ്പോ നിങ്ങളുടെ കണ്ണുകളിൽ കരുണയുണ്ടാവും, നിങ്ങളുടെ വാക്കുകളിൽ മധുരം ഉണ്ടാവും, നിങ്ങൾക്ക് സകല സമസൃഷ്ടികളോടും സകല പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളോടും സ്നേഹവും കരുതലുണ്ടാവും. അപ്പോ അങ്ങനെ ധ്യാനിക്കുക. അഹമിത്യേവ വിഭാവയേ. ഞാൻ തന്നെയാണ് ആ പര എന്നുള്ള ബോധത്തോടെ എൻ്റെ ഉള്ളിലെ ഹൃദയപത്മത്തിലാണ് അമ്മ ഇരിക്കുന്നത് എന്ന അറിവോടെ ധ്യാനിക്കുക. അമ്മയുടെ സിന്ദൂരവർണ്ണം, ആ അരുണവർണ്ണം നമ്മുടെ ഉള്ളിലേക്ക് നിറയുന്നത് നമുക്കത് അനുഭവിച്ചറിയാൻ പറ്റും. അമ്മയെ കുറിച്ച് പറയുമ്പോൾ അറിയാതെ വാക്കുകൾ ഇടറിപ്പോ. കാരണം സ്നേഹത്തിന്റെ ആ സമുദ്രത്തില് നമുക്ക് ശിന്യാദി വാഗ്ദേവതകൾക്ക് പോലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഇനി ശ്രീമാത, ശ്രീ മഹാരാജി, ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള നാമങ്ങളിലേക്ക് കടക്കുകയാണ്. ഓരോ നാമവും കൊച്ചു നാമമാണെങ്കിൽ പോലും ശ്രീമാത, ഓം ശ്രീമാത്രേ നമഃ എന്നുള്ള ഒരു നാമമാണെങ്കിൽ പോലും അതിന് ഒരുപാട് ബാഹ്യവും ആന്തരികവുമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകണം. ഇനി അങ്ങോട്ടേക്ക് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ 10 വെച്ച് ചെയ്ത് തീർക്കാനുള്ള, കാട്ടിക്കൂട്ടി തീർക്കാനുള്ള സാധനമല്ല ലളിതാ സഹസ്രനാമം. നമ്മൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ ആ മഹാശക്തി പേടകമാണ്. ഒരുപാട് സഹസ്രനാമങ്ങൾക്ക്, സഹസ്രനാമങ്ങൾക്ക് തുല്യം ലളിതാ സഹസ്രനാമം. അത്രയേറെ പവർഫുൾ ആയിട്ടുള്ള ലളിതാ സഹസ്രനാമം കിട്ടുമ്പോ, ഞാൻ മുമ്പ് പറഞ്ഞതല്ല, വീണ്ടും ആവർത്തിക്കും, നിങ്ങൾ ലളിതാ സഹസ്രനാമം നിങ്ങളുടെ ജീവിത സപ്പരിയാക്കുകയാണെങ്കിൽ, ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെങ്കിൽ, നിങ്ങൾ നോക്കിക്കോളൂ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഓരോരോ
ദുഷ്ടശക്തികൾ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബാധ്യതകൾ, ഇതൊക്കെ പാമ്പിന്റെ പടം പൊഴിഞ്ഞു പോകുന്നത് പോലെ നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ ഒഴിഞ്ഞൊഴിഞ്ഞു പോകും. ഇതിന് ജപിക്കണം. ഇതിന് കൃത്യമായി ജപമുണ്ടാവണം, കൃത്യമായി മനസ്സറിഞ്ഞ് ജപിക്കണം. ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി എന്നുള്ള ജപം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഉറപ്പ്, നമ്മുടെ ഉള്ളിലേക്ക് ആ ചെറിയ ആ ചുവന്ന ആ സിന്ദൂര വർണ്ണത്തിലുള്ള ആ കൊച്ചു പൊട്ട് പതുക്കെ പതുക്കെ അത് തിളങ്ങാൻ തുടങ്ങും. അതിലിങ്ങനെ ഒരു സൂര്യപ്രഭ പോലെ തിളങ്ങാൻ തുടങ്ങും. പിന്നെ പതുക്കെ പതുക്കെ അത് നിങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങും. നിങ്ങൾക്കത് കാണാനാവും, നിങ്ങൾക്ക് അനുഭവിക്കാനാവും. വാക്കുകളുടെ ഇത്തിരി കുഞ്ഞൻ മൂലയിൽ ഒതുങ്ങാത്ത ശാന്തിയിലേക്ക്, വാക്കുകൾ കൊണ്ട് ഒരിക്കലും നിർവചിക്കാനാവാത്ത സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, പരമാനന്ദത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞ ഈ മാജിക്കിന് പറ്റും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അമ്മയ്ക്ക് വേണ്ടി, അമ്മ നമുക്ക് വേണ്ടി അമ്മയുടെ ജന്മം മുഴുവൻ, ജീവിതം മുഴുവൻ, അമ്മയുടെ ദിനരാത്രങ്ങൾ മുഴുവൻ മാറ്റിവെക്കുകയാണ് എന്നൊരു ബോധത്തോടെ അമ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ അല്പസമയം നിങ്ങൾ കണ്ടെത്തുക. പഴയതുപോലെ വീണ്ടും പറയുന്നു, ലളിതാ സഹസ്രനാമത്തെ കുറിച്ച് അറിയാനൊക്കെ ആഗ്രഹമുള്ള നമ്മുടെ സജ്ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുക. മാക്സിമം ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം അമ്മയുടെ കാര്യം നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ശ്രീ പരമേശ്വര അംശമായി കണ്ട്, ശ്രീപരാശക്തിയുടെ അംശമായി കണ്ട് നമസ്കരിക്കുന്നു. ഇത് പറയാൻ പ്രാപ്തനാക്കിയ എൻ്റെ ഗുരുനാഥന്റെ പാദങ്ങളിൽ ദീർഘദണ്ഡമായ നമസ്കാരങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ ആ കരുണാകടാക്ഷം നിങ്ങളെല്ലാവരിലേക്കും ഉണ്ടാവട്ടെ. അമ്മയുടെ അരുളവർണ്ണം നിങ്ങളെല്ലാവരിലേക്കും നിറയട്ടെ, നിറയണമേ എന്ന പ്രാർത്ഥന നമുക്ക് കാണാം. ശ്രീമാത്രേ നമഃ.